ഇജ്ജ് നമ്മളെ കൽബ് തന്നെ ഹാർട്ടിട്ടിട്ട് എന്താ സംശയം? ആരാണ് കൽബ് എന്നല്ലേ നമ്മുടെ മുഹമ്മദ് സജീർ കാക്ക എന്നെക്കുറിച്ച് പറഞ്ഞതാണ്. ദേ ഗൈസ്, ഇത് കണ്ട, ഇത് നമ്മുടെ മുഹമ്മദ് സജീർ ഖാൻ്റെ മെസ്സേജാണ്. അപ്പോൾ കുറേ ഹാർട്ടൊക്കെ ഇട്ടിട്ട് ഇജ്ജ് നമ്മളെ കൽബ്, പിന്നെ കുറച്ച് ഹാർട്ട് ഇട്ടിട്ട് തന്നെ എന്താ നോ സംശയം. എൻ്റെ പൊന്നാര ഗൈസ്, ഇജാതി കയപ്പന ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. ഇതാണ് സജീർ, മുഹമ്മദ് സജീർ. എടേ, മുഹമ്മദ് എന്നൊക്കെ പറയുന്നത് ഒരു നല്ലൊരു വാക്കാണെടേ. നിന്നെപ്പോലുള്ള കോഴികൾക്ക് ഇടാൻ പറ്റിയൊരു പേരല്ല. ഇവനൊക്കെ എന്ന് വെച്ചാൽ ഒരു ഈർക്കിളിൻ്റെ മുകളിൽ സാരി ചുറ്റിയാൽ മതി, അതിൻ്റെ പുറകെ പോകുന്ന സൈസാണിത്. എടാ, നിൻ്റെ ഭാര്യ, ഇവനൊക്കെ ഭാര്യ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എന്നാൽ ഇവൻ്റെ ഉമ്മനോട് പറയാം, എൻ്റെ പൊന്നാര തള്ളേ, വെറുതെ ആയിപ്പോയല്ലോ, വല്ല വായയും നട്ടാൽ പോരായിരുന്നോ? ഇമ്മാതിരി ചെങ്ങായിമാരുണ്ടാക്കുന്നേക്കാട്ടി നല്ലേ ഇവനെ തന്തനോടും അതന്നെ ചോദിക്കാനുള്ളത്, വല്ല വായയും നട്ടാൽ പോരായിരുന്നോ? ഗൈസ്, ഒന്നും കൂടി ഞാൻ ആ മെസ്സേജ് കാണിച്ചു തരാം. ഇത്രയൊക്കെ വീഡിയോ ചെയ്തിട്ടും വന്ന് മെസ്സേജ് ഇടാൻ കാണിച്ച ഗഡ്സ് ഉണ്ടല്ലോ. ഞാനും എൻ്റെ കൽബ് പോലും കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ മുഹമ്മദ് സജീറെ? നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? ഒന്നുമില്ല, ഡാഡിക്കും മമ്മിക്കും പിറന്നതാണെങ്കിൽ നിനക്ക് എങ്ങനെ ഇതിനൊക്കെ പറ്റുന്നടേ? വല്ലാത്തൊരു കയപ്പം തന്നെയാട്ടോ. ഇനി എന്താ ചെയ്യുക? റമളാൻ മാസമാണ് പോലും. ഓൻ്റെ നിസ്കാരത്തയമ്പ് കണ്ടോ? അത് വല്ല കൺമശി എടുത്ത് തേച്ചതാന്ന് തോന്നുന്നു. ഇവനൊക്കെ നിസ്കാരത്തയമ്പ് കുറച്ച് പുളിക്കും. ഏതായാലും നമ്മുടെ മുഹമ്മദ് സജീർ കാക്കാൻ്റെ നാട്ടിലുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടേ ഈ കയപ്പം പെണ്ണ് കെട്ടിയിട്ടില്ലെങ്കിലും ഒന്ന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കി. വല്ലാത്തൊരു ചെങ്ങായി തന്നെയാണ്. തള്ളേ, വല്ല വായി നട്ടാൽ പോരായിരുന്നോ തള്ളേ? എങ്ങക്ക് വെറുതെ ഒരു കയപ്പന ഉണ്ടാക്കിയിട്ടത് എന്തിനാണ് തള്ളേ നിങ്ങൾ? കഷ്ടം തന്നെ. ഏതായാലും ഒരു പെണ്ണ് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇതേപോലെ മണപ്പിച്ച് പോകുന്ന സജീറമാർക്ക് ഇത് ഒരു തുടക്കം മാത്രമായിക്കോട്ടെ. ഞാൻ വീണ്ടും വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ ചിന്തിച്ച്, അപ്പോൾ ഈ മഹത് വ്യക്തിയുടെ സ്വഭാവവും കൂടി നമ്മൾ വെളിച്ചത്ത് കാണിക്കണമല്ലോ. ഇവനൊക്കെ എന്ത് കണ്ടിട്ടാണ് തുള്ളുന്നത്? ഇവൻ ആരാ? ഷാരുൽ ഖാൻ എന്നാണോ ഇവൻ്റെയൊക്കെ വിചാരം? ഓൻ്റെ ഒരു മോയന്ത പോലത്തെ ഫോട്ടോ ആയിട്ട് ഓന് വന്നത്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്നതൊന്ന് നിർത്ത്. കല്യാണം കഴിച്ചിട്ടില്ലേ, പോയി കല്യാണമെങ്കിലും കഴിക്കി. നിൻ്റെ തന്തക്കും തള്ളക്കും ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാടാ ഒരു ജന്മമായിട്ട് നീ നിൽക്കുന്നത്? വല്ലാത്തൊരു കഷ്ടം തന്നെ. പണ്ടും കണ്ടും മറ്റേ ബിഗ് ബോസിന് പകരമുള്ള ഏതൊരു സൂര്യ ടി വിയിൽ ഒരു ചാനലില്ല, അല്ല ഒരു പ്രോഗ്രാമില്ല, ഈശ്വരാ സൗന്ദര്യം എനിക്ക് ശാപമായി തോന്നി. അതേപോലെ എനിക്കൊക്കെ സൗന്ദര്യം ശാപാടാ. മറ്റേ കൽപ്പന പറയും പോലെ, ഈശ്വരന്മാരെ പാവപ്പെട്ടവർക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേന്ന്. എന്ത് ചെയ്യാനാ, നമുക്കൊരു നിലയും വിലയുണ്ട്. ഇതെവിടെ കിടക്കുന്നു? ഏതായാലും ഓ മൊഞ്ചനാണെന്നാ ഓൻ്റെ വിചാരം. ഏതായാലും ഹേ മൊഞ്ച, പോയി പെണ്ണ് കെട്ടിയില്ലെങ്കിൽ, ഈ പെണ്ണ് കെട്ടിയതാണെങ്കിൽ എൻ്റെ പൊന്നാര മോളെ, ഇതിട്ടാ ഒരു മുതലിനെ നിനക്ക് കിട്ടിയതിന് ഇനി പടച്ചോനോട് ഏത് നേരവും സ്തുതിക്കണം കേട്ടോ. അജ്ജാതി മുതലാണ്. ഒരു പെണ്ണിൻ്റെ നെകല് കണ്ടാൽ മതി, വഴിക്ക് പോകുന്ന ഇതേപോലെയുള്ള മൊയന്തകളാണ് നിനക്ക് മാത്രമേ വിധിച്ചിട്ടുള്ളൂ. അപ്പോൾ സജീർ കാക്ക, നിങ്ങൾ ഇതിനും കമൻ്റ് ഇടാൻ കേട്ടോ. ഞാൻ എൻ്റെ കൽബ് എടാ വേറെ എന്തെങ്കിലും പണിക്ക് പോടാ, കണ്ടം കൊത്താനെങ്കിലും പോടാ. ഓൻ്റെ ഒരു അവിഞ്ഞ മോന്ത, ഓന് കൽബാണ് പോലും, കൽബ്. എന്നെയൊക്കെ കണ്ടിട്ട് പട്ടി വെള്ളം കുടിക്കുമോ സജീറെ? പട്ടി നിനക്കൊക്കെ ഹറാമായ പട്ടി വെള്ളം കുടിക്കുമോ? എന്നിട്ടല്ലേ മനുഷ്യന് ഓൻ്റെ ഒരു നിസ്കാരത്തയമ്പു ഊശാൻ താടിയോ. അപ്പം ഇതാണ്. അപ്പം സജീർ കാക്കാക്ക് വയറ് നിറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനിയും കമൻ്റ് ഇടാൻ വാട്ടാ.